പെൻഷൻ വാലിഡേഷൻ നിയമത്തിനെതിരെ കേന്ദ്ര പെൻഷൻ സംഘടനകൾ സംയുക്ത പ്രക്ഷോഭത്തിലേക്ക്. കാഞ്ഞങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിനും ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുന്നിലായി മനുഷ്യച്ചങ്ങല തീർത്ത് പ്രതിഷേധിച്ചു. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിഷേധിച്ച പുതിയ പെൻഷൻ പദ്ധതിയും തുടർന്ന് ഏകീകൃത പെൻഷൻ പദ്ധതിയും നടപ്പിലാക്കിയ കേന്ദ്ര സർക്കാർ 2025 മാർച്ചിൽ പാസാക്കിയ പെൻഷൻ വാലിഡേഷൻ നിയമത്തിലൂടെ നിലവിലുള്ള കേന്ദ്ര പെൻഷൻകാരുടെ മേലെ മറ്റൊരു പ്രഹരം കൂടി ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് ഇവർ ആരോപിച്ചു. പെൻഷൻ അവകാശമാണെന്നും സർക്കാരിന്റെ ഔദാര്യമല്ലെന്നും 1982 ഡിസംബർ 17 പ്രശസ്തമായ നഗാര കേസിലെ സുപ്രീം കോടതി വിധിയെ പോലും അപ്രസക്തമാക്കുന്നതാണ് 2025 പെൻഷൻ വാലിഡേഷൻ നിയമമെന്നും ഇവർ കൂട്ടിച്ചേർത്തു. വാലിഡേഷൻ നിയമത്തിനെതിരെ സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിന്റെ ആദ്യപടിയായി കാഞ്ഞങ്ങാട് നഗരത്തിൽ മനുഷ്യച്ചങ്ങല തീർത്തു. പെൻഷൻ നിയമങ്ങളെയും സുപ്രീം കോടതി വിധികളെയും അവഗണിച്ച് പെൻഷൻകാരെ പല തട്ടുകളാക്കി ആനുകൂല്യങ്ങൾ നിഷേധിക്കാൻ ഉദ്ദേശിച്ചുള്ള എം രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ഗവൺമെന്റ് അനുവദിച്ചു വരുന്ന സാമ്പത്തിക നയങ്ങൾ അതിന്റെ കണക്കുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആനുകൂല്യങ്ങളും സഹായങ്ങളുമാണ് ഈ സമ്പന്ന വർഗത്തെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ സാധാരണ മനുഷ്യൻ വളരെയധികം കഷ്ടത അനുഭവിക്കുകയാണ്. എല്ലാ രംഗത്തും ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്താണെങ്കിൽ ഇപ്പോൾ അടക്കിയിരിക്കുന്നതിന്റെ 1947 ഇന്ത്യ പുറത്തിറങ്ങി. അപ്പോൾ ഭരണഘടന നിയമനകപ്പെട്ടു 64 14 വയസ്സ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും സൗജന്യ സാർവത്രിക വിദ്യാഭ്യാസം വേണമെന്ന് ഭരണഘടനയിൽ എഴുതി. 2025 വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഉള്ള സ്കൂൾ കുട്ടികളെയും. ചെയർമാൻ PV രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ K കുഞ്ഞിരാമൻ സ്വാഗതം പറഞ്ഞു. കുമാരൻ നായർ, A ഗോപിനാഥൻ, ശരത്, രാജൻ, KV കൃഷ്ണൻ, ലക്ഷ്മണൻ, PP കൃഷ്ണൻ, VP പ്രസന്നകുമാരി, രാജേഷ് എന്നിവർ സംസാരിച്ചു. മനുഷ്യച്ചങ്ങലയിൽ നിരവധി ആളുകൾ അണിനിരന്നു. കാഞ്ഞങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിലാണ് ചങ്ങല തീർത്തത്. തുടർന്ന് പ്രതിജ്ഞ ചൊല്ലിയതിനു ശേഷം കാഞ്ഞങ്ങാട് HPO പരിസരത്ത് ചേർന്ന പൊതുയോഗത്തോടെ ആദ്യഘട്ട സമരത്തിന് സമാപനമായി. തുടർന്ന് 2025 ഓഗസ്റ്റിൽ സംസ്ഥാന കൺവെൻഷൻ, രാജ്ഭവൻ മാർച്ച്, MP-മാർക്ക് നിവേദനം തുടങ്ങി ഒക്ടോബർ മാസം രാജ്യത്താകമാനമുള്ള പെൻഷൻകാരുടെ ഉജ്ജ്വലമായ പാർലമെന്റ് മാർച്ച് നടത്തുവാനും തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.